പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മുടെ നാട് ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇന്ന് തലസ്ഥാനത്ത് വീണ്ടും ചർച്ച കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ മുസ്ലിം അസോസിയേഷൻ നടത്തിയ ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് ശേഷം KNM സംഘടിപ്പിച്ച ഈ പരിപാടിയും ഏറെ ശ്രദ്ധേയമാണ്, വളരെയേറെ പ്രധാനവുമാണ്. ഭീകരതക്കെതിരെ KNM എന്ന മുദ്രാവാക്യം. ലോകത്തിൽ ഒരു മതവും മനുഷ്യനെ കൊല്ലാൻ അനുവദിക്കില്ല. അങ്ങനെ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ മതം ഇസ്ലാം മതം തന്നെയാണ്. ബദർ യുദ്ധത്തിൽ നബി തിരുമേനി പറഞ്ഞു, ആയുധവുമായി വരുന്നവനെ നേരിട്ടാൽ മതി, അല്ലാത്തവനെ വെറുതെ വിടണം. ഇത് ലോകത്തിൻ്റെ ഒരു പാരമ്പര്യമായി ലോകം നടപ്പാക്കിയത് പിന്നെയുള്ള യുദ്ധങ്ങളിലാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ നമുക്കറിയാം, ഹിരോഷിമയിലും നാഗാസാക്കിയിലും ബോംബിട്ടു. ആരാ ബോംബിട്ടത്? അമേരിക്ക. അമേരിക്ക ലോകത്തിലെ വൻകിട സാമ്രാജ്യത്വമാണ്. അമേരിക്ക ബോംബിട്ടപ്പം ലോകമൊന്നാകെ പറഞ്ഞു, ഇത് കൊടിയ പാപമാണ്. ലോകത്തിലെ ഒരു മതവിശ്വാസിയും മനുഷ്യനെ കൊല്ലാൻ ആരെയും പ്രേരിപ്പിക്കില്ല. അതിന് ഇസ്ലാം മതം അതിനൊരിക്കലും അനുവദിക്കില്ല. എന്താണ് ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത്? ഇസ്ലാം മതത്തിൽപ്പെട്ട ചില ചെറുപ്പക്കാർ അബദ്ധവശാൽ അല്ലെങ്കിൽ ഇന്നത്തെ ലോക സാഹചര്യത്തിൻ്റെ ആഗോളവൽക്കരണ ശബളിമേൽ സാമ്പത്തിക ബന്ധവുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അതിന് സമുദായം മുഴുവൻ കുറ്റക്കാരാണോ? അല്ല. എന്നാൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ആളുകൾ പ്രചരണത്തിന് മാത്രമല്ല, അവരെന്ന അധികാരം കൈവശമുള്ള ആളുകളാണ്. അവർ പറയുന്നത് തീവ്രവാദിയാണോ ഇസ്ലാമാണെന്നാണ്. ഇത് ഇസ്ലാം സമുദായത്തെ അപമാനിക്കുകയാണ്, അവരെ നാട്ടിൽ ബോധപൂർവം ഒറ്റപ്പെടുത്തുക. കാരണം ഇസ്ലാം സമുദായം നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ മുഖ്യമായ പങ്ക് വഹിച്ചതാണ്. ഇവിടുത്തെ നേരത്തെ മൗലവി സാഹിബ് പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ ദീർഘമായ ചരിത്രം, ആ ചരിത്രത്തിൽ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകൾ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ്. നമ്മുടെ രാഷ്ട്രപതിയായ സക്കീർ ഹുസൈൻ, മറ്റൊരു രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം, ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഒരുപാട് നാമങ്ങൾ ലോകം ശ്രദ്ധിക്കുമ്പം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മതനിരപേക്ഷത എന്നും ഓർക്കും. മതനിരപേക്ഷത എന്നുള്ളത് എല്ലാ മതങ്ങൾക്കും വിശ്വാസ പ്രമാണമനുസരിച്ച് പ്രവർത്തിക്കാമെന്നാണ്. മതങ്ങൾക്ക് പ്രവർത്തിക്കാം, മതമില്ലാത്തവർക്ക് ജീവിക്കാം. ലോകത്തിലെ എല്ലാ മതമുള്ള രാജ്യമായ ഈ രാജ്യം, ഈ രാജ്യത്ത് ഇല്ലാത്തൊരു മതം ലോകത്തിലെവിടെയുമില്ല. ഇവിടെ മാത്രം ജനിച്ച മതമുണ്ട്, അത് ലോകത്തിലെ പല രാജ്യങ്ങളുമുണ്ട്. ഇവിടെ കുറച്ചാണ്. ബുദ്ധമതം ചൈനയിലും ജപ്പാനിലുമുണ്ട്, ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ. ജൈനമതമുണ്ട്, ഇവിടെ കുറച്ചേ ഉള്ളൂ. നമ്മളൊരു വിശാലമായ പാരമ്പര്യത്തിൻ്റെ ഭാഗമല്ലേ? ആ പാരമ്പര്യം നന്മയുടെ പാരമ്പര്യമല്ലേ?
നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് വിവേകാനന്ദൻ, ലോകത്തിലെ സർവ്വമത സമ്മേളനം. ആ സമ്മേളനത്തിൽ പോയ 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ, കാഷായ വസ്ത്രമാണ്, നമ്മളെ മോഡിയെപ്പോലെ മോഡിപ്പോയതല്ല. ആ വിവേകാനന്ദൻ എന്ന ചെറുപ്പക്കാരന സന്യാസി ആ സമ്മേളനത്തിൽ പോയിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ എന്ന്. അവിടുന്ന് പലരും ചോദിച്ചു, നീ ആരാ? നീ ഹിന്ദുവല്ലേ? നിനക്കെല്ലാവരും എങ്ങനെയാണ് സഹോദരീ സഹോദരന്മാരാകുന്നത്? വിവേകാനന്ദൻ പറഞ്ഞു, എൻ്റെ രാജ്യത്തിൻ്റെ പാരമ്പര്യം അതാണ്. എൻ്റെ മണ്ണിലുള്ള എല്ലാ മനുഷ്യരും സഹോദരീ സഹോദരന്മാരാണ്. അവിടെ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ജൈനനുണ്ട്, ബൗദ്ധനുണ്ട്, സിഖുണ്ട്. എല്ലാവരും ഒരേ കുടുംബത്തിലാണ്. നമ്മൾ അങ്ങനെയാണ് കണക്കാക്കുന്നത്. ഞാൻ ആദ്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ സഹോദരന്മാരെ എന്ന് വിളിച്ചത്. എന്താ സഹോദരന്മാരെന്ന് വിളിക്കുന്നത്? നമ്മളെ സഹോദരന്മാരാണ്. ആ സഹോദരന്മാരുടെ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം. ഇപ്പോൾ കേരളത്തിൽ എൻ്റെ നാട് കണ്ണൂരല്ലോ. കണ്ണൂർ ജനിച്ച് തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ. കണ്ണൂരിൽ പ്രസിദ്ധമാണ് 2 പ്രധാനപ്പെട്ട തറവാട്ടുകാർ. ആ തറവാട്ടുകാർ അറക്കലും ചിറക്കലും രാജകുടുംബക്കാരാണ്. രാജാവിൻ്റെ മേന്മ നിങ്ങൾക്കറിയാലോ. രാജാവെന്ന് പറഞ്ഞാൽ ആരാന്ന്? ആ രാജകുടുംബം എങ്ങനെയുണ്ടായതാ? അറക്കൽ ബീവിയെ കെട്ടാൻ മോഹം. എൻ്റെ നാട്ടിൽ എപ്പം ചൊല്ലുണ്ട്. അറക്കൽ ബീവി അതീവ സൗന്ദര്യമുള്ള പെണ്ണാ. ഒരുപക്ഷെ അപ്സരസിനെ പോലെ അത്ര സൗന്ദര്യമുള്ള പെണ്ണ അറക്കൽ ബീവി. ആരാ അറക്കൽ ബീവി? അറക്കൽ ബീവി എന്ന് പറയുന്നത് ചെറക്കൽ തമ്പുരാൻ്റെ മൂത്ത മകളാ, സുന്ദരിയായ പെണ്ണ്. ആ പെണ്ണ് കുളിക്കാൻ പോയി. ഇന്നത്തെ പോലെ കുളിക്കാൻ പോകുമ്പം നമ്മളെ ദിലീപ് ഇങ്ങനെ നോക്കുമ്പോൾ നോക്കാനുള്ള ഏർപ്പാട് അന്നില്ല. ദിലീപ് അങ്ങനെയല്ല നോക്കിയത്. ഈ പുഴയും കടന്നാന്ന് തോന്നി ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുപോലെ ഏർപ്പാടൊന്നുമില്ല. ഈ പെണ്ണ് കുളിക്കാൻ പോയപ്പം കാല് വീണ് ഒലിച്ചു പോയി. അപ്പോൾ ദേവദൂതനെ പോലെ ഒരു ചെറുപ്പക്കാരൻ ചാടി ആ കുട്ടിയെ രക്ഷിച്ചു. ആ ചെറുപ്പക്കാരൻ്റെ പേരാ മമ്മാലി. ആ ചെറുപ്പക്കാരൻ്റെ പേര്. ആ രക്ഷിച്ചപ്പം ആ പെൺകുട്ടി വീട്ടിൽ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാനങ്ങോട്ടില്ല, ഞാൻ അശുദ്ധയാണ്. കാരണം സവർണ കുടുംബമല്ലേ. ആ കുടുംബത്തിലുള്ളൊരു പെണ്ണിനെ ആരെങ്കിലും സ്പർശിച്ചാൽ പിന്നെ ഗംഗയിൽ പോയി കുളിച്ചു വരണം. എനിക്ക് ഗംഗയിൽ പോകാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇന്നത്തെ പോലെ വിമാനമില്ല. വിമാനമുണ്ടെങ്കിൽ പറന്ന് വരായിരുന്നു. അന്ന് വിമാനമില്ല, പറക്കാൻ ചിറകില്ല. രാമായണത്തിലെ പുഷ്പവിമാനമില്ല. അതുകൊണ്ട് എനിക്ക് പറക്കാൻ കഴിയില്ല. ഞാൻ അയാളുടെ കൂടെ പോവുക. എന്നെ രക്ഷിച്ചവൻ്റെ കൂടെ പോകുന്നു. ഞാൻ മരിക്കുമായിരുന്നു. ആ ചെറുപ്പക്കാരെ രക്ഷിച്ചു. ഞാൻ മമ്മാലിയുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, മോള് പോണ്ട, അങ്ങനെ പോണ്ട. മോളെ ഞാൻ മമ്മാലിൻ്റെ കൂടെ അയക്കാം. മോളെ മമ്മാലിയെ കെട്ടിച്ചെന്നാൽ പോരെ. ആ വിശാല ഹൃദയമുള്ള ചെറക്കൽ തമ്പുരാൻ അദ്ദേഹം കണ്ണൂർ കോട്ടയുടെ പരിസരത്തുള്ള വിശാലമായ ഭൂപ്രദേശവും ഒരു കൊട്ടാരവും കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ നിങ്ങൾ രാജകുടുംബമായിക്കോ. ഏത് രാജ്യത്തിൻ്റെ ചരിത്രമാണ്? അങ്ങനെ എത്ര ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്, എത്ര ചരിത്രമുണ്ട്. എന്തിനടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായല്ലോ ഈ തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രധാന, ഏഷ്യാനെറ്റ് ഒന്നറിയില്ല, സൂര്യയാണെന്ന് തോന്നുന്നു, കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടി നിങ്ങൾക്കറിയാലോ. കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷന് മാത്രമേ കോടീശ്വരനാവില്ലേ? സ്ത്രീയാണെങ്കിൽ കോടീശ്വരിയാവണ്ടേ? എന്താ ടേവിക്കാർ ധരിച്ചത്? ഒരു പെണ്ണും ജന്മത്തിൽ കോടീശ്വരിയാവില്ല, അതുകൊണ്ടോ കോടീശ്വരനാവാം. ആരാ പരിപാടി അവതരിപ്പിക്കുന്നത്? സുരേഷ് ഗോപി. ആരാ പരിപാടിയിൽ പങ്കെടുത്ത്? ഒരു മുസ്ലിം പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പേരെന്താ? സനൂജ. അവളോ ഫൈറ്റ് ചെയ്ത് 50 ലക്ഷം വന്നപ്പം സുരേഷ് ഗോപി പറഞ്ഞു, മതിയായിക്കൂടെ? പറഞ്ഞോ, ഞാൻ ഫൈറ്റ് ചെയ്യാൻ വന്നതാ, ഞാൻ പോരാടാൻ വന്നതാ.
ആ പോരാടാനാണ് ഞാൻ വന്നത്, വെറുതെ വന്നതല്ല. BA പഠിച്ച് ലോകവിവരങ്ങളും നാട്ടിലെ വിവരങ്ങളും എല്ലാം പഠിച്ച് എല്ലാ നോവലുകളും വായിച്ച് എല്ലാ കാവ്യങ്ങളും ഹൃദയസ്ഥമാക്കി എല്ലാം അറിയുന്ന ആ പെൺകുട്ടി അറിയാത്ത ആളെപ്പോലെ ഒരു സാധാരണ ലാളിത്യത്തോടെ നിന്നു. അവൾ പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് തുടരണം. സുരേഷ് ഗോപി അവസാനം സമ്മതിച്ചു, കോടീശ്വരിയായി. ആ കോടീശ്വരിയായ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി ഒരു ഹിന്ദു യുവാവിനെ കല്യാണം കഴിച്ചതാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ജീവിക്കുന്നത് തിരുവനന്തപുരത്ത്. കോടീശ്വരിയായ പെൺകുട്ടി. ഒരു കലാപമില്ലാതെ ഇവിടെ ആർക്കെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ടോ? മനുഷ്യനും മനുഷ്യൻ എന്നവർ ചേരുന്നു, അതിലെ മാനുഷികം. നമ്മൾ വല്ലതും നോക്കിയിട്ടാണോ? അല്ല, ഇഷ്ടപ്പെടുന്നു, ഇടുന്നതനുസരിച്ച് ചെയ്യുന്നു. നമ്മളിപ്പോൾ മമ്മൂട്ടീൻ്റെ സിനിമ കാണാൻ പോകുന്നു. നമ്മളെന്തൊരാവേശത്തോടെ മമ്മൂട്ടിൻ്റെ കൂടെ നിൽക്കുന്നത് അല്ലേ? നിങ്ങളുണ്ടല്ലോ പത്തേമാരികൾ കണ്ടോ? കാണണം കേട്ടോ. പത്തേമാരിയിൽ നാരായണൻ എന്ന കഥാപാത്രം, ഗൾഫിൽ പോയി വന്ന നാരായണൻ്റെ വീട്, നാരായണൻ്റെ സ്വപ്ന, ആ വീട്ടിൽ കൂടെ നാരായണൻ്റെ മോഹ. ഗൾഫിൽ പോയി അവിടെ നാരായണൻ എങ്ങനെയാണ് ജീവിക്കുക നമുക്കറിയാം. ഗൾഫുകാരെ, ഇവിടെ ഗൾഫുകാർ വല്ലതും ഉണ്ടോ എന്നറിയില്ല. അവിടെ പോയാൽ നമുക്കറിയാം, ജീവിതത്തിൻ്റെ യൗവനം മുഴുവൻ കൊണ്ടുപോയി മണലാരണ്യത്തിൽ കൊണ്ടുപോയി ചെലവഴിച്ച് സുഖമെന്ന് പറഞ്ഞ് ഒന്നുമില്ല, എല്ലാം കുടുംബത്തിന് വേണ്ടിയാണ്. അങ്ങനെ നാരായണൻ, ആ നാരായണൻ്റെ മോഹം എന്താ? വീട് വേണമെന്നാ. ഒരു വീടുണ്ടാക്കി. വീട്ടിൽ കൂടാനൊത്തില്ല. നാരായണൻ്റെ ശവ വരുന്നത്. ആ നാരായണൻ്റെ ശവം വന്നപ്പം നാട്ടുകാരെ പറഞ്ഞു, നാരായണൻ്റെ വലിയ മോഹ നാരായണൻ്റെ വീട്ടിൽ കയറണമെന്ന്. കയറാൻ പറ്റിയില്ല. ആ ശവം കൊണ്ടുപോയി ഒന്ന് ഉമ്മറത്ത് വെച്ചുകൂടെ കോലായിൽ? നാരായണൻ്റെ മകൻ പറയാ, പറ്റൂല. ശവം കൊണ്ടുപോയി പുതിയ വീട്ടെ കോലായിൽ വെച്ചാൽ നാളെ വിൽക്കുമാരെടുക്കില്ല. ഒരു ഗൾഫുകാരൻ അനുഭവമാണ്. ആ കഥാപാത്രത്തിൽ ഇത്ര തന്മയത്തമായി അഭിനയിച്ച് ഫലിപ്പിക്കാൻ മമ്മൂട്ടിക്കല്ലാതെ കേരളത്തിൽ ആർക്കാ കഴിയുക? ആ മമ്മൂട്ടി മതത്തിൻ്റെ പേരിലാണോ? അല്ല. മമ്മൂട്ടി മതത്തിൻ്റെ പേരിൽ ആളുകൾ കാണുകയാണോ? അല്ല. യേശുദാസ് ഗാനഗന്ധർവൻ, എൻ്റെ കൊച്ചുനാളിൽ ഞാൻ യേശുദാസിനെ പ്രണയിച്ചടക്കായിരുന്നു. കാരണം എന്താ? പ്രണയിച്ചടക്കായിരുന്നു. മാണിക്യ വീണയുമായി എൻ്റെ മനസ്സിൽ കടന്നു യേശുദാസ. നമ്മൾ ജാതി നോക്കിയാണോ? മുഹമ്മദ് റാഫി, എൻ്റെ മനസ്സിൽ മായാത്ത പാട്ടുകളാം റാഫിയുടെ. ജാതി നോക്കിയാണോ? ഒരിക്കലുമല്ലല്ലോ. എവിടെ വന്നു ഈ പ്രശ്നം? സഹോദരന്മാർ, ഞാനൊരു കാര്യം പറയാം. ഈ ലോകത്തിൽ വന്നിരിക്കുന്ന തീവ്രവാദം, മുസ്ലിം രാജ്യങ്ങളെ തകർക്കാൻ, ഇതിൻ്റെ പിതാവാരാ? നമ്മൾ ഏത് കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മളെ പുറമൂടി കാണില്ലേ? ആരാ പിതാവ്? അതിൻ്റെ പിതാവ് സാക്ഷാൽ അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രാകൃതമായ ഒരു ഭാഗമാണ് ഈ തീവ്രവാദ പ്രസ്ഥാനം. എന്തിനു വേണ്ടിയാ? വെറുതെ ആയിരുന്നില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്, തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വത്തെ സംരക്ഷിക്കാൻ അവർക്ക് ഇന്ധനം വേണം. എന്താ ഇന്ധനം? ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണം, ലിക്വിഡ് ഗോൾഡ് അറബ് രാജ്യങ്ങളിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ അറബ് രാജ്യങ്ങളിലാണ്. ലോക ചരിത്രത്തിൻ്റെ, പുരാണത്തിൻ്റെ, ഇതിഹാസങ്ങളുടെ എല്ലാം സത്ത അറബ് രാജ്യങ്ങളിലാണ്. അറേബ്യൻ മണ്ണെല്ല അവർക്ക് വേണം. അതിനെങ്ങനെയാ? കലാപുണ്ടാക്കണം. എവിടെ? അറബ് രാജ്യങ്ങൾ. എങ്ങനെയാണ് കലാപുണ്ടാക്കുക? തമ്മിൽ തെളിച്ചിട്ട്. എങ്ങനെയാണ് തമ്മിൽ തെളിയിക്കുന്നത്? മുസൽമാന്മാരെ തന്നെ. ആരെയാണ് ഉപയോഗിക്കുന്നത്? മുസ്ലിം ചെറുപ്പക്കാരെ. ഇത് നിങ്ങൾക്കറിയുന്നില്ലേ? അമേരിക്കയിൽ കണ്ടത്. ഇത് ഇവിടെ നിന്ന് ആരംഭിച്ചതല്ല. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ഇസ്ലാം സമുദായം എന്ന് പിറന്നു വീണോ അന്ന് ലോകത്തിലെ ചൂഷകന്മാർ ആ സമുദായത്തിനെതിരായിരുന്നു. എന്ന് പറഞ്ഞു അന്നെതിരാ. കാരണം എന്താ? നബി തിരുമേനി പറഞ്ഞത് മുഹമ്മദ് എന്ന സ്തുതിക്കപ്പെട്ടവൻ എന്നല്ലേ? അല്ലേ മൗലവി സാഹിബേ? പിറന്നു വീണപ്പം അന്ന് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ചൂഷണം നടക്കുന്നു, കൊള്ളപ്പലിശ നടക്കുന്നു, ബ്ലേഡ് കമ്പനി. ഇവിടെ വിഗ്രഹം കൊണ്ടുവന്ന് വിറ്റ് മനുഷ്യനെ അന്ധന്മാരാക്കുന്നു. ഇവിടെ ഒരുപാട് നടക്കുന്ന, അവിടെ കഞ്ചാവും ചരസും, എന്താ അതിൻ്റെ പേര് നിനക്കറിയില്ല, മയക്കമരുന്നുകൾ, വ്യഭിചാരം, അതിനെ ശുദ്ധീകരിക്കാമെന്ന നബി തിരുമേനി. ഏറ്റവും ചെറിയ സൈന്യം. പതിരുദ്ധത്തിലോ
തിരുമേനിയുടെ കൂടെ സൈന്യം വളരെ ചെറിയ സൈന്യമല്ലേ? അപ്പുറത്തോ ആളും അർത്ഥവും സമ്പത്തും ആയുധവുമെല്ലാം അപ്പുറത്തല്ലേ? അല്ലാണ്ട് അതുപോലല്ലേ നമ്മളെ മഹാഭാരത യുദ്ധം? 18 അക്ഷൗണി പടകളാ, 11 7 ശ്രീകൃഷ്ണൻ ഒരു ഭാഗത്ത്, ധർമ്മപുത്രരും അർജുനനും ശ്രീകൃഷ്ണനെല്ലാം ഒരു ഭാഗത്ത്, അപ്പുറം ദുര്യോധനാദികൾ. അവരെ കീഴിലാണ് എല്ലാ ആയുധങ്ങളുള്ളത് മഹാഭാരത യുദ്ധത്തിൽ. ആ യുദ്ധത്തിൽ 1 ഇഞ്ച് ഭൂമി പോലും തരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച ദുര്യോധനാദികൾ, ശ്രീകൃഷ്ണൻ പോയി മധ്യസ്ഥം പറഞ്ഞു, പറ്റില്ല. യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴോ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി വന്നു 2 പ്രമാണിമാർ. ഒന്ന് ധർമ്മപുത്രർ, മറ്റോ ദുര്യോധനാദികൾ. കൃഷ്ണൻ മയക്കത്തില്ല. കൃഷ്ണൻ്റെ തലയുടെ അടുത്തൊരു കസേര എടുത്ത് വെച്ച് കാലും എടുത്ത് വെച്ച് ഇരിപ്പ ദുര്യോധനാദികൾ, അഹങ്കാരി ഒരു ഇരിപ്പ. അപ്പുറത്ത് ധർമ്മപുത്രർ വന്ന് കൈകൂപ്പി നിന്നു കാൽക്കൽ. കൃഷ്ണൻ ഉറക്കി കിട്ടിയപ്പോൾ കണ്ടത് കാര്യ, ധർമ്മപുത്ര നേരത്തെ വന്നോ? പിന്നില്ലെന്ന്, ഞാനാണ് ആദ്യം വന്നത്. കൃഷ്ണൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, 2 ആൾക്ക് ആവശ്യമുള്ളത് തന്നേക്കാം. 2 ആളെ സഹായിക്കാം, സഹായത്തിന് വന്നതല്ലേ. ഒരാൾക്ക് ലോകത്തിലെ ഏറ്റവും ശക്തമായ എൻ്റെ സൈന്യം, ലോകത്തെ വലിയ സൈന്യ കൃഷ്ണൻ്റെ സൈന്യം, ഭഗവാൻ ശ്രീകൃഷ്ണനല്ലേ. മറ്റേയാൾക്ക് നിരായുധനായ ഞാൻ. ആര് വേണം തീരുമാനിച്ചോ? ദുര്യോധനാദികൾ പറഞ്ഞു, സൈന്യം എനിക്ക് മതി, കൊണ്ടുപോയല്ലോ. എന്താ യുദ്ധത്തിൽ കണ്ടത്? യുദ്ധത്തിൽ എണ്ണം കുറഞ്ഞ, ആയുധം കുറഞ്ഞ, ആളും അർത്ഥവും കുറഞ്ഞ ധർമ്മപുത്രരും ശ്രീകൃഷ്ണൻ ചേർന്ന സൈന്യം ജയിച്ചു. അതുപോലെ ബദർ യുദ്ധവും. ലോകത്തെ 2 യുദ്ധങ്ങളാ. ഈ 2 യുദ്ധങ്ങളും പ്രധാനമല്ലേ? ആ ബദർ യുദ്ധത്തിൻ്റെ മനസ്സുമായിട്ടാണ് ഇവിടുത്തെ ഇസ്ലാം സമുദായക്കാർ പോരാട്ടത്തിൽ മുന്നോട്ട് വന്നത്. ദേശീയ പ്രസ്ഥാനത്തിൽ മലബാറിൻ്റെ ചരിത്രം നിങ്ങൾ നോക്കിക്കോ. മലബാറിൽ പഴയകാലത്ത് മലബാറിലെ കടൽ തീരത്തെല്ലാം കച്ചവടക്കാർ മുസൽമാന്മാരായിരുന്നു. ആ കച്ചവടക്കാർ മര്യാദയ്ക്ക് കച്ചവടം ചെയ്യുന്ന, അവർ കച്ചവടം ചെയ്യുന്നവർ അറബിൽ നിന്ന് വരുന്ന കച്ചവടക്കാർ വെച്ചാ. അപ്പോൾ കച്ചവടക്കാരായിട്ട് കഴിയുമ്പോൾ അവരെ കൃത്യ കണക്കാ കേട്ടോ. അപ്പോൾ കച്ചവടക്കാരാളുകൾ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇത്ര കൃത്യമായി കണക്ക് പറയുന്നത്? നമ്മൾ കണക്ക് തെറ്റിയാൽ കണക്ക് പറയണം. ആരോട്? അള്ളാഹുവിനോട്. അള്ളാഹുവോ? അതെ. ആരാ? നമ്മൾ ദൈവ. എങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണമല്ലോ. അങ്ങനെയാണ് ഇവിടുന്ന് ആളുകൾ പോയത് അറേബ്യയിലേക്ക്. ഇവിടുന്ന് ആളുകൾ അറേബ്യയിൽ പോയത് അങ്ങനെയാ. ആ കടൽ തീരത്തുള്ള മുസൽമാന്മാരെല്ലാം ഈ വെള്ളക്കാര സാഹിബ്യന്മാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ വന്നപ്പം അടിച്ചോടിച്ചു. അവർ പോയി അഭയം കണ്ടത് മലപ്പുറത്ത് ഈ മേഖലയിലല്ല, കോഴിക്കോട്, മലപ്പുറം, തലശ്ശേരി ആ ഏരിയയില. അവർ പോയി അവിടെ പോയി എന്താ ചെയ്യുക? വേറെ ഒരു പണിയും പഠിച്ചിട്ടില്ല, കച്ചവടം മാത്രമാണ്. അവർ പോയി അവിടെ വിത്തിട്ട് വിളവെടുത്തു. അവരെല്ലാം അവിടുത്തെ സാധാരണഗതിയിൽ കൃഷിക്കാരായി മാറി. ആ കൃഷിക്കാർക്കെതിരായി ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ജന്മിമാർ നടത്തിയ ക്രൂരമായ വേട്ട. ആ വേട്ടക്കെതിരായിട്ടാണ് അന്ന് മലബാറിലെ മുസൽമാന്മാർ പോരാടിയത്. പിന്നീട് എനിക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഇന്നത്തെ ആളുകൾക്ക് ഓർമ്മയുണ്ടാവല്ലോ, എന്താ? ONVയുടെ ഒരു വരിയുണ്ടായിരുന്നു, മൂളിപ്പാട്ടുമായി തമ്പ്രാൻ വരുമ്പം ചൂളാതങ്ങനെ നെല്ലടി പെണ്ണേ. അന്ന് അങ്ങനെയായിരുന്നു. തമ്പ്രാൻ വരും. ആര്? ജമ്മി. എന്തിനാ വരുന്നത്? കാണാൻ. ആരെ കാണാൻ? പെണ്ണിനെ. ഏത് പെണ്ണും അയാൾക്ക് അവകാശപ്പെട്ടതാ. വരുമ്പോൾ മൂളിപ്പാട്ട് പാടും. ഏതാണ്? ചക്കരപ്പാട്ട്. എന്ന് പറഞ്ഞാൽ നിൻ്റെ കൂടെ ഞാനും ഉണ്ട്, ഞാനോ എൻ്റെ കൂടെ നീയും ഉണ്ട്. ഈ പാട്ട് പാടി വരുമായിരുന്നു. ആ ക്രൂരമായ വേട്ടക്കെതിരായിട്ട് പോരാടിയ ഇസ്ലാം സമുദായക്കാർ, വാര്യംകുന്നത്തെ കുഞ്ഞമ്പുദാജിയും കൂട്ടുകാരും. ആ സമരത്തെയാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞു മാപ്പിള ലഹള. ഓർക്കുന്നില്ലേ? മലബാറിലെ ഇസ്ലാം സമുദായക്കാർ പറഞ്ഞു ഞങ്ങൾ പോരാടുന്നു സാമ്രാജ്യത്തിനെതിരായി. ബദർ പാട്ടുകൾ, അതാണ് ഇസ്ലാം സമുദായത്തിൻ്റെ ചോര തുടിക്കുന്ന പാട്ടുകൾ. ആ പാട്ട് നമ്മുടെ നാട്ടിലാകമാനം, പിന്നീട് മോയിൻകുട്ടി വൈദ്യരുടെ പാട്ട്. അങ്ങനെ ഇസ്ലാം സമുദായം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലും കേരളത്തിലെ ജനജീവിതത്തിലും കേരളത്തിലെ സാംസ്കാരിക രംഗത്തും ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയ ഒരു സമുദായം ഇസ്ലാം സമുദായം. അവരെന്നും
രാജ്യസ്നേഹികളായിരുന്നു. അവരെന്നും രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി പോരാടിയ ആളുകളാണ്. അതാണ് ഇന്ത്യയുടെ ചരിത്രവും. ആ ഇസ്ലാം സമുദായത്തെ കൊണ്ടുപോയി ഇന്ന് ചില ആളുകൾ പറയും പോലെ തീവ്രവാദിയാണോ, ഇസ്ലാമാണ്. ഇത് ഈ അവഹേളനം കൊണ്ട് നിങ്ങളാരും വിഷമിക്കരുത്. ഇത് സ്വാഭാവികമാണ്. കാരണം ഇവിടെ ഭരിക്കുന്നത് മത തീവ്രവാദത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇതെപ്പോൾ തുടങ്ങിയതാ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി ഇന്ത്യൻ ജനതയെ യോജിപ്പിച്ച് പോകുമ്പോൾ അന്ന് ഇന്ത്യയിൽ വളർന്നൊരു മുദ്രാവാക്യമുണ്ടായിരുന്നു, ഇന്ത്യ ഹിന്ദു രാജ്യമാണ്. ആ മുദ്രാവാക്യം ഉന്നയിച്ച് വേറെ ആരുമില്ല, ഹെഗ്ഡേവാർ. ഓർക്കുന്നില്ല നിങ്ങൾ? RSS ആ മുദ്രാവാക്യത്തിൻ്റെ ആളുകളാണ്. ബ്രിട്ടീഷുകാരൻ ആവശ്യം അതായിരുന്നു. എന്താ? ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ അതാ വേണ്ട, ഹിന്ദുവും മുസ്ലിംമാരും തമ്മിൽ ഇടിച്ചാൽ മതി. അതിനു വേണ്ടി തുടങ്ങിയതാ. അന്ന് തുടങ്ങിയ ആ മുദ്രാവാക്യം, അന്ന് ആ മുദ്രാവാക്യം ഉയർത്തിയ ആളുകളാണ് ഇന്ന് രാജ്യത്തിൽ ഭരണാധികാരത്തിൻ്റെ കസേരയിലിരിക്കുന്നത്. എനിക്കറിയാലോ, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ അവിടെ പറഞ്ഞിരുന്നു അജീവല്ലേ, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ MP ആയിരിക്കുമ്പം അവിടെ ഒരു വലിയ ചർച്ചയാണ്. എന്താ പറയുന്നതെന്ന് ചർച്ചയിൽ നിന്ന് BJPക്കാർ പറഞ്ഞത്, ഇവിടുത്തെ ഇസ്ലാം സമുദായം പെരുകി വലുതാവുന്നു, സമ്പത്തെല്ലാം അവർ കൈയടക്കിയിരിക്കുന്നു, അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മളൊക്കെ ബഹളം വെച്ചു, സഭ നിർത്തിവെച്ചു. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ വന്നല്ലോ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്. എന്താ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്? സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ മുസ്ലിമുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഏറ്റവും താഴെക്കടിയിലാണ്, ദരിദ്ര നാരായണന്മാരിൽ നിന്നും താഴെക്കടിയിലാണ്, ക്ഷമയുടെ നെല്ലിപ്പടി എന്ന് പറയുന്ന പോലെ. ഉദാഹരണം, UPയിൽ മുസ്ലിം സമുദായക്കാർ അവർ ജോലി ചെയ്യുന്ന മിക്കവാറും ഗ്രാമങ്ങളിൽ കൈത്തറി തുണിയാണ് ഉണ്ടാക്കുന്ന. ആ തുണി ഉണ്ടാക്കുന്ന ഒരു സമുദായമുണ്ട്, അവിടുത്തെ പ്രത്യേക സമുദായം. നമ്മുടെ നാട്ടിലൊരു സമുദായം പോലെ ഒരു സമുദായമുണ്ട്. ആ സമുദായക്കാർക്ക് ഒരു വാര തുണിക്ക് കിട്ടുന്ന കൂലി 6 രൂപ, ഇസ്ലാം സമുദായക്കാരൻ 4 രൂപ. എന്തിനായ? ഒരു കടയിൽ സമുദായക്കാരനെ വെച്ചുകൊണ്ട് കടയിൽ വില നിശ്ചയിക്കാൻ പറ്റുമോ? ദാരുണമാണ്. ഇതിന് അറുതി വേണം. അത് പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ ചോദിച്ചു, എവിടെ ഇന്നലെ പ്രസംഗിച്ചയാൾ? എവിടെ BJPയുടെ പ്രചരണം? രാജ്യത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സമൂഹത്തെ തമ്മിലടിപ്പിച്ച്, സമൂഹത്തെ വെട്ടിക്കൊല്ലാൻ പ്രേരിപ്പിച്ച് ഈ രാജ്യത്തെ അധികാരം നിലനിർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ എന്ത് ചെയ്തോ അതുപോലെ പ്രവർത്തിക്കുന്നു ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ. അതുകൊണ്ട് എനിക്ക് ഇവിടെ പറയാനുള്ള കാര്യം, നമ്മൾ ഒരുമിക്കണം, നമ്മൾ ഒന്നാവണം. ഇസ്ലാം സമുദായത്തിനെതിരായി ആരെങ്കിലും ഒരാൾ വിരൽ ചൂണ്ടിയാൽ, സഹോദരന്മാരെ, നിങ്ങളെ കൂടെ ഈ സഹോദരനായ ഞാനും ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് നിൽക്കാം. ആര് വന്നാലും ഒരുമിച്ച് നിൽക്കാം. ഞാനെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. ഇവിടെ അധികാരത്തിലിരിക്കുന്ന കക്ഷിക്ക് 31% വോട്ടേ ഉള്ളൂ. ആകെ പോൾ ചെയ്ത വോട്ട് 31% എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 130 കോടിയോളം വരുന്ന ജനങ്ങളില്ലേ, ആ ജനങ്ങളിൽ ഒരു ചെറിയ സമുദായം മാത്രമാണ് വോട്ട് കിട്ടിയിരിക്കുന്നത്. ആ വോട്ട് കിട്ടി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? എങ്ങനെ വോട്ട് കിട്ടിയത്? ജനങ്ങളെ പറഞ്ഞു വഞ്ചിച്ച് വോട്ട് കിട്ടിയതാ. എന്താ പറഞ്ഞത്? ചായക്കടക്കാരൻ്റെ മകനാണ് വന്നിരിക്കുന്നല്ലേ. എന്തൊരു ആവേശമായിരുന്നു പറയുന്നത്, ചായക്കടക്കാരൻ്റെ മോൻ. നമുക്ക് കേട്ടപ്പോൾ തോന്നിയില്ലേ, ചായക്കടക്കാരൻ്റെ മോൻ വോട്ട് കൊടുത്തേക്കാം. ചായക്കടക്കാരൻ്റെ മോൻ 10 ലക്ഷത്തിൻ്റെ കോട്ടിട്ട് കോട്ടിൻ്റെ മേലെ പേരും എഴുതി ഒബാമ വന്നപ്പോൾ ചൂണ്ടിക്കാണിച്ച വിദ്വാനായി ചായക്കടക്കാരൻ്റെ മോൻ. മാത്രമല്ല, അധികാരത്തിൽ വന്ന് 2 വർഷം കൊണ്ട് 49 രാജ്യങ്ങളിൽ പോയി 617 കോടി രൂപ പൊടിച്ച വിദ്വാനായ ചായക്കടക്കാരൻ്റെ മോൻ. എന്താ പറഞ്ഞത് അറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പാ, ഞാൻ അധികാരത്തിൽ വന്നാൽ നിങ്ങളെ പാവപ്പെട്ടവനെല്ലാം അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ 15 ലക്ഷം വിട്ട് തരും. എല്ലാവരും വിശ്വസിച്ചില്ല, കേരളത്തിൽ വിശ്വസിച്ചില്ല. ഞാൻ പഞ്ചാബിൽ പോയി, അവിടെ ഒരു കമ്മിറ്റി മീറ്റിങ്ങിന് പോയതാ. നിങ്ങൾക്ക് ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ കേന്ദ്ര കമ്മിറ്റി മെമ്പറല്ല,
ഞാൻ കേന്ദ്ര സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. CPIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ 9 പേരെ ഉള്ളതിൽ ഒരാൾ ഞാനാണ്. എനിക്കത് പിടികിട്ടിയില്ല. ഞാൻ പറയാത്ത പിടികിട്ടിയില്ല. ഞാൻ പോയി പഞ്ചാബ് പോയി അമൃത്സറിൽ പോയപ്പോൾ നീണ്ട ക്യൂ ആണ്. ഞാൻ വിചാരിച്ചു എന്താ വിളി ക്യൂ, അതെല്ലാം സ്ത്രീകളാണ്. ഞാൻ പറഞ്ഞു നമ്മളെ സാധനമായിരിക്കില്ല, ബീവറേജ് ആയിരിക്കില്ല, സ്ത്രീകളെ ഇങ്ങനെ ക്യൂ നിൽക്കില്ലല്ലോ. ചെന്ന് നോക്കുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരു കവറുണ്ട്. ഞാൻ പതുക്കെ ഒരാളോട് ചോദിച്ചു എന്താ കേസ്, ATMൽ പണം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പണം വന്നിട്ടുണ്ട്, ആദ്യം പണം വന്നിട്ടുണ്ട്, അവിടെ പണം വാങ്ങാൻ പോവാ. അപ്പം ചെയ്ത് അതും വിട്ടതാ. ആര്? മോഡി മാമനിട്ട് പണമുണ്ട്. 15 ലക്ഷം ഒരാൾക്ക് ഇട്ടിരിക്കുന്നത്. ഞാൻ പതുക്കെ മുമ്പ് പോയി നോക്കുമ്പോൾ ഒരു സ്ത്രീ ഒക്കത്ത് കുഞ്ഞായി നിൽക്കുക. ആ സ്ത്രീ കുഞ്ഞ് കരയുമ്പോൾ പറഞ്ഞു മോനെ കരയല്ലേ, ഇപ്പം പൈസ കിട്ടും, മോ നിൽക്ക്. ഇവരിങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇവരിടാൻ നോക്കുമ്പോൾ ഇത് കൊടുക്കുന്നില്ല. ഇതിനകത്ത് ATMൽ കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ സഹായിക്കാം. ഞാൻ എവിടുന്ന പണം മോഡി മാമൻ ഇട്ടതാ. അപ്പം കുഞ്ഞ് കരഞ്ഞ് മോനെ കരയല്ല മോനെ, മോഡി അപ്പൂപ്പൻ ഇട്ട പൈസയുണ്ട്, ഇപ്പം 5000 എടുക്കുന്നുള്ളൂ, ബാക്കി അവിടെ നിൽക്കും. ഇട്ട് ക്ലിയറായപ്പോൾ ഞാൻ പറഞ്ഞു നമ്പർ അടിച്ച് കാത്തിരുന്ന്. അപ്പം മിഷൻ കിടുകിടുകായി. അപ്പോൾ ഒരു സന്തോഷം, കാണേണ്ട മുഖത്തിൻ്റെ സന്തോഷം. കാരണം കാശ് വരില്ലേ. വന്ന് എന്താ പറഞ്ഞേ, തുണ്ട് കള്ളാസ്. എന്താ പറഞ്ഞേ, നോ ബാലൻസ്. കിട്ടല്ല പൈസ ഉണ്ടാവും. ഇങ്ങനെ ജനങ്ങളെ വഞ്ചിച്ച വിദ്വാന രാജ്യം ഭരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ജനങ്ങളെ വഞ്ചിച്ചതാന്ന് എത്ര മനുഷ്യർ പാവപ്പെട്ട ആളുകൾ. എന്നിട്ട് BJPക്കാരോട് ചോദിച്ച് പറഞ്ഞതാ അറിയോ, നാസിക്കുന്ന വലിയ ട്രക്ക് പുറപ്പെട്ടതാ, ബൈക്കെല്ലാം നിറച്ചുകൊണ്ടിരിക്കുക, നിറച്ചാൽ മതി ഇവിടെ എത്തും, അപ്പം നിങ്ങൾക്ക് കിട്ടും. എന്താ സ്ഥിതി, എന്താ രാജ്യത്തിൻ്റെ സ്ഥിതി? പാവപ്പെട്ട മനുഷ്യൻ്റെ സ്ഥിതി എന്താ? ഈ ആഗസ്റ്റ് മാസം 15-ാം തീയതി സാക്ഷാൽ മോഡി ഭരിച്ച ഗുജറാത്തിൽ 10,000-കണക്കിന് പട്ടികജാതിക്കാർ പ്രകടനം നടത്തി. എന്താ പ്രകടനത്തിൽ പറഞ്ഞതറിയോ? ഇനി മുതൽ നമ്മൾ ചത്ത പശുവിനെ കുഴിച്ചിടൂല്ല. അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ കാര്യം അതില്ലേ, പശുവിറച്ചി തിന്നാൻ പാടില്ലെന്നാ. ഞാൻ പശുവിറച്ചി തിന്നില്ലായിരുന്നു, അപ്പം ഞാൻ തിന്നാൻ തുടങ്ങി. ഇപ്പോൾ ഇതാ ചോദിച്ചോട്ടെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ പശുവിറച്ചി ആദ്യം തിന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിച്ചു. കാരണം അന്തന്യായം. പശുവിറച്ചി കയറ്റിയേക്കാം. വിദേശത്ത് മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം 18% കയറ്റുമതി കൂടി പശുവിറച്ചി. കൊല്ലാതെ പശുവിറച്ചി കിട്ടുമോ? ഇല്ല. കയറ്റേക്കുന്നില്ലേ? ഉണ്ട്. പണം നല്ലോണം വാങ്ങുന്നില്ലേ? ഉണ്ട്. ആ പണം കൊണ്ട് ലോകം ചുറ്റുന്നില്ലേ? ഉണ്ട്. എല്ലാം പശുവിറച്ചി കൊണ്ടല്ലേ? അതെ. എന്നിട്ടോ അറക്കാൻ പാടില്ല. കാരണം എന്താ? അതാ കേസ്. എന്താണ്? പശുവിറച്ചി അറുത്തല്ല കേസ്. ഒരു പശു ചത്ത് കിടക്കുകയെന്ന്. ബ്രാഹ്മണന്മാരുടെ കോളനിയാ. ആ കോളനിയിൽ പശുവത്ത് നാറാൻ തുടങ്ങിയപ്പം ഇവരെല്ലാം കൂടി പറഞ്ഞു പാടൂ, അവരോട് പട്ടികജാതിക്കാർ കറുത്തവല്ലേ പാടൂ, നീ പശുവിനെ കുഴിച്ചിട്ടെ. 4 ആൾക്ക് കൊടുത്ത കാശറിയോ നജീബേ? 10 രൂപ വെച്ച 4 ആൾക്ക് 40 രൂപ. ആ പാവങ്ങൾ ചുവന്നു കൊണ്ടുപോയി കുഴിച്ചിടാൻ പോയപ്പോൾ ഇവർ പറഞ്ഞ് കുഴിച്ചിടാൻ പോലെ ചത്തതല്ലേ, ആ തോല് വിറ്റാൽ കുറച്ച് പൈസ കിട്ടും. അവരാ തോല്, ചത്ത പശുവിനെ തോല് കൊണ്ടുപോയി വിറ്റതാ. ആ പാവങ്ങളെ പിടിച്ചിട്ട് ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് പട്ടണത്തോടെ നടത്തിച്ച്, എന്നിട്ടുകൊണ്ട് കമ്പിക്കാല് കെട്ടി, എന്നിട്ട് പറഞ്ഞടാ നീ ദൈവത്തിൻ്റെ തോല് പൊളിച്ചോനാ, നിൻ്റെ തോല് പൊളിക്കും. എങ്ങനെയുണ്ട്? എവിടെയാ? മോഡി ഭരിച്ച നാട്ടിലാ. കേസെടുത്തോ? ഇല്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ കേസല്ലേ, അവിടെ കേസെടുക്കാൻ പറ്റുമോ? എന്താ നാട് നിങ്ങൾ ധാരണ? അതാണ് ഉന എന്ന സ്ഥലത്ത് സാക്ഷാൽ ഗുജറാത്തിൽ 10,000-കണക്കിന് ആളുകൾ പറഞ്ഞു ഇനി മുതൽ പശുവിനെ കുഴിച്ചിടാൻ ഞങ്ങളെ വിളിക്കണ്ട, ഞങ്ങൾ വരില്ല. അതേ ദിവസം UP ഒരു ജാഥ മഹാപ്രകടനം, ഇതുപോലെ 10,000. അവർ പറഞ്ഞെന്താ അറിയോ? ഞങ്ങൾക്കിനി മലം ചുമക്കാൻ കഴിയില്ല. നിങ്ങൾ മലം ചുമക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയോ? തോട്ടി, തകഴിയുടെ മനോഹരമായൊരു നോവലുണ്ട്, തോട്ടിയുടെ മകൻ അല്ലേ? തോട്ടി പണിയെടുക്കാൻ ഇപ്പോൾ തോട്ടി പണിയെടുക്കുന്നതിന് ദിവസം കൊടുക്കുന്ന കൂലി എത്രയാണ്? 30 രൂപ. ശരീരം മുഴുവൻ മലമൂർ ഒലിച്ചിറങ്ങും. ആ പാവത്തിൻ്റെ ശരീരത്തിൽ അവനെ കുളിക്കാൻ ഒരു ദിവസം ഒരു സോപ്പ് ഫുള്ളായിട്ട് വേണം. ഇത് സകല മലമല്ലേ?
ഇനി നിങ്ങളെ മല നിങ്ങളെടുത്തോളാം, ഞങ്ങളെടുക്കില്ല. രാജ്യം മാറുക. അതുകൊണ്ട് സഹോദരന്മാരെ, എനിക്ക് പറയാനുള്ളത് ഇത് ഒരു സൂചനയാണ്. നമ്മുടെ നാട്ടിൽ വർഗീയവാദവും തീവ്രവാദമായി വളർന്ന് ഈ നാട്ടിൽ അധികാരമെന്ന് പറയുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന സിദ്ധാന്തവുമായി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒന്നാണ്. ഇസ്ലാം സമുദായത്തിനെതിരായി വരുന്ന ഏതെല്ലാം പീഡനമുണ്ടോ അതിനെ നേരിടാൻ ഇസ്ലാം സമുദായം മാത്രം നേരിടാൻ പറ്റില്ല. അത് നേരിടാൻ ഉത്തരവാദിത്വം ഇന്ത്യയിലെ മറ്റ് ജനവിഭാഗങ്ങൾക്കാണ്. അത് നേരിടാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. നിങ്ങളെ ആരുപദ്രവിക്കുന്നുവോ, നിങ്ങളെ ആരെങ്കിലും ഒരാൾ ആക്രമിക്കുന്നുവോ, നിങ്ങളെ നേരിടാൻ നിങ്ങൾ സംഘടിപ്പിച്ച ഗ്രൂപ്പാവുന്നത് അപകടകരമാണ്. ഒരിക്കലും പോകരുന്നതിന് പകരം നിങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഈ നാട്ടിലെ ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ കാണുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനമായ കേരളത്തിലെ KNM, ഞാൻ അതിൻ്റെ വിശദമായ ചരിത്രവും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ സംഘടനയെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ആ ചരിത്രമുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ സാമ്രാജ്യത്വം അവരുടെ പഴയ കാലത്തെയുള്ള ചിന്ത അത് വളർത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പം അവർ പല വേഷത്തിലും വരും. ആ വേഷമാണ് ഇന്ന് വരുന്ന തീവ്രവാദം. ആ തീവ്രവാദം എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന മുദ്രാവാക്യം, അവർ ചെയ്യുന്ന ക്രൂരത നിങ്ങളെല്ലാം കണ്ടതല്ലേ. മനുഷ്യന് വിദ്യാഭ്യാസം ചെയ്യിച്ചൂടാ. പാകിസ്ഥാനിൽ തീവ്രവാദം ഉണ്ടാക്കിയ എന്താ? മലാല എന്ന് പറയുന്ന പെൺകുട്ടിയല്ലേ, ഒരു മുസ്ലിം പെൺകുട്ടി. ആ പെൺകുട്ടി അക്ഷരാഭ്യാസത്തിന് വേണ്ടി പോരാടിയ ഒരു പെൺകുട്ടിയാണ്, ലോകമറിയുന്ന പെൺകുട്ടി. എത്രയെത്ര കഥകൾ. അതുകൊണ്ട് ഇസ്ലാം സമുദായം എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹത്തിൻ്റെ സമുദായമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൈന്യതക്ക് മുൻഗണന കൊടുക്കുന്ന സമുദായമാണ്. അതാണ് എല്ലാ കാലത്തും ആ സമുദായം മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഓണമുണ്ട്, ബക്രീദുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാവുന്നതാണ്. രണ്ടും ഒരുമിച്ച് പോകാവുന്നതല്ലേ. കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മിക്കവാറും എറണാകുളത്തെത്തിയാൽ എറണാകുളത്ത് നല്ല സേമിയ വട കിട്ടും. നല്ല സേമിയ വട മാത്രമല്ല, മണ്ട, പിന്നെ മുട്ടമാല. നമ്മുടെ മലബാറിലാണ് എല്ലാ തരത്തിലുള്ള പലഹാരങ്ങളും മലബാറിലാണ് കേട്ടോ. ഇസ്ലാം സമുദായ മലബാറിലാണ് ആദ്യമായി കേക്ക് ഉണ്ടാക്കിയ ഇസ്ലാം സമുദായക്കാരാണ്. ആദ്യമായി പൊറോട്ട നാട്ടിലുണ്ടാക്കിയ ഇസ്ലാം സമുദായക്കാർ. അറിയോ നിങ്ങൾക്ക്? അറിയില്ലല്ലോ. 17-ാം നൂറ്റാണ്ടിൽ അതിനെക്കുറിച്ച് ഞാനുമായിട്ട് ഒരു തർക്കമുണ്ടായിരുന്നു TV യിൽ. അതിൽ കൽപ്പന എന്ന് പറയുന്ന സിനിമാ നടി പറഞ്ഞത് സിലോണിലാന്ന്. ഞാൻ പറഞ്ഞ ചരിത്രം അറിയാതെ പറയാൻ പാടില്ല. സിലോൺ പൊറോട്ടയുണ്ട്, എന്താ അത് മടക്കുന്ന പൊറോട്ടയാണ്. യഥാർത്ഥ പൊറോട്ട ഉണ്ടാക്കിയ തലശ്ശേരിക്കാരാ. അങ്ങനെ ഒരുപാട് പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ നാട്. ആ പാരമ്പര്യവും മഹത്വവും നിലനിർത്താൻ സഹോദരന്മാരെ നമുക്ക് യോജിക്കാം, ഒറ്റക്കെട്ടാൻ നിൽക്കാം. KNM പ്രഖ്യാപിച്ച ഈ വലിയ മതസൗഹാർദ്ദ ക്യാമ്പയിൻ, ഈ അപകടകരമായ തീവ്രവാദത്തിനെതിരായ ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുന്നു. ഒപ്പൊരു കാര്യം പറയാം, ലോക സാമ്രാജ്യത്വത്തിന് 2 എതിരാളികളാണ്. ഒന്ന് നിങ്ങളാണ്, ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരായ നമ്മളാണ്. നിങ്ങൾ ചൂഷണത്തിനെതിരാണ്, ഞങ്ങളും ചൂഷണത്തിനെതിരാണ്. ഞങ്ങൾ 2 പേരും അവരെ ശത്രുക്കളാണ്. ലോകത്തിലെ ഏത് ഭാഗത്ത് സാമ്രാജ്യത്വം രാജ്യങ്ങളെ ആക്രമിച്ച് ശരിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നേരത്തെ ആ സാമ്രാജ്യത്വത്തിന് അക്രമത്തെ നേരിടാൻ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, സോവിയറ്റുകാരുണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയില്ലേ? ഇവിടെ സൂയസ് കനാൽ പ്രശ്നത്തിൽ അന്ന് നാസറിൻ്റെ കൂടെ നിൽക്കാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രചോദനം കൊടുത്തത് സോവിയറ്റ് യൂണിയനാണ്. എല്ലാ കാലത്തുമായിരുന്നു സോവിയറ്റ് യൂണിയൻ പോയപ്പം ഇപ്പം ലോക സാമ്രാജ്യത്വം കുറേ കൂടി ഭ്രാന്തമായി വരിക. നമ്മുടെ നാട്ടിൽ ഇപ്പം പട്ടികൾ ഇറങ്ങി മാറിയ വരവ്. അവിടെ ശ്രദ്ധിക്കണം. നമുക്ക് ഒരുമിച്ച് പോകാം, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നമ്മളെല്ലാം ഒരു കുടുംബമാണ്, നമ്മുടെ രക്തമെല്ലാം ഒന്നാണ്. ഹൃദയം മാറ്റിവെക്കുമ്പം ഇസ്ലാമിൻ്റെ ഹൃദയവും ഹിന്ദുവിൻ്റെ ഹൃദയവും ക്രിസ്ത്യാനിയുടെ ഹൃദയവും എല്ലാ ഹൃദയവും മനുഷ്യൻ്റെ ജീവിതമാണ് എന്ന കാര്യം മറക്കരുത്. ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയ സ്നേഹാദരങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, അഭിവാദ്യങ്ങൾ.